വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇൻഡിപെൻഡൻസ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻഡിപെൻഡൻസ് ഡേ കാർഡാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് നോർമൽ ആയിട്ടുള്ള കാർഡ്സൊക്കെ നമ്മൾ ഒരുപാട് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാർഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 3D കാർഡാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഫ്ലാഗ് നമുക്ക് ഹോയിസ്റ്റിങ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഫ്ലാഗ് മൂവ് ചെയ്യാൻ പറ്റും, ഉയർത്താൻ പറ്റും. അതുപോലത്തെ ഒരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു A4 പേപ്പർ എടുക്കുക. അതിൽ നമുക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കുക. വരക്കാൻ അറിയുന്നവരാണെങ്കിൽ നല്ല നീറ്റായിട്ടൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ A4ൻ്റെ പകുതി A5ലാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ സൈസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ചെറിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ പിക്ചേഴ്സും ചെറിയ സൈസിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസ് വേണമെങ്കിൽ അതിനനുസരിച്ച് പിക്ചേഴ്സിൻ്റെ വലിപ്പം കൂട്ടിയാൽ മതി. അപ്പോൾ വരക്കാൻ അറിയുന്നവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സൊക്കെ വരച്ചെടുക്കാം. അതല്ല നിങ്ങൾക്ക് വരക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ കോപ്പി ആപ്പ് വഴി നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. പേപ്പർ കോപ്പി ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് പിക്ചേഴ്സ് വരച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. പിക്ചറൊക്കെ വരച്ചതിൻ്റെ ശേഷം നമുക്ക് കളർ ചെയ്തെടുക്കണം. ഓരോന്നിനും പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കളർ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ എല്ലാത്തിൻ്റെ മുകളിൽ കൂടെ ജെൽ പെൻ ഉപയോഗിച്ച് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ജെൽ പെന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടി ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കുക. ഇനി അങ്ങനെ വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഓരോ പിക്ചേഴ്സ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ. അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഇതുപോലെ വൈറ്റ് കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കട്ടിയുള്ള പേപ്പർ വേണമെന്നില്ല, നോർമൽ A4 പേപ്പർ ആയാലും മതി. ഞാനിപ്പോൾ A5 സൈസിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബോർഡറാണ് കൊടുക്കുന്നത്. ഓറഞ്ചും ഗ്രീനും ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ. നിങ്ങൾക്ക് ബോർഡർ വേണമെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയിലൊക്കെ ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഒന്നും കൂടി നീറ്റായിട്ടും ഭംഗിയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓരോ പിക്ചേഴ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. നോർമൽ ഗ്ലൂ ആയിട്ട് ഒട്ടിക്കരുത്. നമ്മളിപ്പോൾ 3D ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഡബിൾ സൈഡ് ടാപ്പാണ്. ഇതുപോലത്തെ ഡബിൾ സൈഡ് ടാപ്പ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ പേപ്പറിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ പിക്ചേഴ്സും നമുക്ക് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ബലൂണിന് കുറച്ച് ത്രെഡിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ അതൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ എല്ലാം നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മളെ കാർഡ് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ത്രെഡും ഒരു നീഡലും വേണം. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ത്രെഡ് എടുക്കാൻ നോക്കുക. കുറച്ച് കട്ടിയുള്ള ത്രെഡാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നോർമൽ ത്രെഡ് എടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഫ്ലാഗ് വെക്കുന്ന സ്റ്റിക്കിൻ്റെ താഴ്ഭാഗത്താണ് ഫസ്റ്റ് നമ്മൾ സൂചി ഇറക്കേണ്ടത്. അപ്പോൾ നമ്മൾ താഴ്ന്ന് മുകളിലോട്ട് വേണം സൂചി എടുക്കാൻ. നമ്മൾ പേപ്പറിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട്. അതിനുശേഷം ത്രെഡ് നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് മുകളിൽ നിന്ന്, അതായത് ഫ്ലാഗ് വെക്കുന്ന സ്റ്റിക്കിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇതുപോലെ വലിച്ചിറക്കണം. എന്നിട്ട് ത്രെഡിൻ്റെ രണ്ടറ്റം കൂടെ ഒന്ന് കൂട്ടിയിട്ട് കെട്ടിക്കൊടുക്കണം. ത്രെഡ് അത്യാവശ്യം നല്ല ലൂസിൽ കിടക്കണം. എന്നാൽ മാത്രമേ ഫ്ലാഗ് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒന്ന് കെട്ടിയിട്ട് നമ്മൾ മൂവ് ചെയ്യണ്ടെന്ന് നോക്കുക. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയാണ് നമുക്ക് ഫ്ലാഗ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഫ്ലാഗ് നമുക്ക് ത്രെഡിൽ വേണം ഒട്ടിച്ച് കൊടുക്കാൻ, ഒരിക്കലും നമ്മുടെ പേപ്പറിൽ ഒട്ടിപ്പോകരുത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ത്രെഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലൂ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലാഗ് മൂവ് ചെയ്യണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ. Thank you for watching.